ഹലോ, നമുക്കിന്ന് ചക്ക എങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് നോക്കാം. ചക്കയപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞ് കുക്കറിലേക്ക് വാരി വെച്ചിരിക്കുകയാണ്. കുക്കറിലേക്ക് വാരി വെച്ചിട്ട് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി, അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമ്മളിത് കുക്കർ അടച്ച് വിസിൽ വരാനായിട്ട് വയ്ക്കുന്നു. ഒരു 3 വിസിൽ വരണം. ഇനി നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയുമൊക്കെ ഇട്ടൊന്ന് താളിച്ച് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് കുറച്ച് തേങ്ങ, ഇത്തിരി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, ഇത്തിരി മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് നമ്മൾ ആ ചക്ക 3 അടി അടിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് തട്ടി ഇളക്കുന്നു. അത്രയുമേ ഉള്ളൂ. കിട്ടിയ ചക്കയിൽ നിന്ന് കുറച്ചിങ്ങനെ അരിഞ്ഞെടുത്ത് ഉപ്പേരിക്ക് ഇവിടെ ഒരാൾക്ക് ചക്ക കിട്ടിയാൽ ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കണം. ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് എൻ്റെ അവൾക്കതൊരു അത്യാവശ്യമാണ്. അതിന് ഇങ്ങനെ ഉപ്പേരിക്ക് കീറി വെച്ചത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടു. ഒന്നുമില്ല, എണ്ണ തിളയ്ക്കുക, അതിനകത്തേക്ക് ഇടുക, ഇളക്കി കൊടുക്കുക, ഇത്തിരി ഉപ്പിടുക, മൂപ്പിക്കുമ്പോൾ കോരി എടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഉപ്പേരി മൂത്തിട്ടുണ്ട്, നല്ല കിലുകിലാന്നായിട്ടുണ്ട്. ഇത് കോരട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക ഒരു 3 അടിയൊക്കെ അടിച്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. അപ്പോൾ ആ സോട്ട് ചെയ്ത് വെച്ച കടുക് വറുത്ത് അതിലേക്കിട്ട അരപ്പ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇളക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വേറെ പണിയൊന്നുമില്ല. ഇളക്കിയെടുത്ത് കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്ക പുരട്ടിയതും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും കഴിച്ച് നോക്കണേ.